ഗൈസ്, അപ്പോൾ ഇന്ന് മ്യൂസിയത്തിൻ്റെ അകത്ത് ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ആർട്ടോ മറ്റേ ഇങ്ങനെ പുരാവസ്തു മ്യൂസിയം ഇല്ലേ, പുരാവസ്തു അല്ല, ഇങ്ങനെ മൃഗങ്ങളുടെയും നമ്മുടെ പഴയ പൂർവീകരുടെയൊക്കെ ഇല്ലേ, പൂർവീകരായിരിക്കും. പിന്നെ ഈ കണക്കിരിക്കുന്നത് നീലത്തിമീങ്കലത്തിൻ്റെ താടി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒറിജിനലാണോ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നല്ല വാക്സൊക്കെ അടിച്ച് അതവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് എന്താണോ അവിടെ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വന്നത് കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യന്മാരിലേക്കുള്ളതാണ് കണ്ടത്. പിന്നെ ഇങ്ങനെ കുറേ പാമ്പും ഇതൊക്കെ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. പിന്നെ കുറേ വാള, ചൂര, ചേര, ഇതെല്ലാം സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ മുള്ളമ്മന്നിയുടെ മുള്ള് എടുത്തു വെച്ചിട്ടുണ്ട്, ആനവാല്, ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആനവാല്, ആനയുടെ ചെവി, എല്ലാം മസ്റ്റ് വിസിറ്റാണ്, ഒരു വട്ടമെങ്കിലും മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. പിന്നെ മീനിൻ്റെ പല തൊലികളുടെ പ്രത്യേകത, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേളിലോട്ട് പോകുമ്പോഴത്തേക്കും കാണുന്നത് കുറേ കിളികളാണ്. ഈ കിളികൾക്ക് ഓരോ നമ്പരും ഉണ്ട്. ആ നമ്പറിൽ നോക്കുമ്പോൾ ഏതൊക്കെ കിളികളാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ കയറി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറേ നേരമുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2-3 വട്ടം പോയതുകൊണ്ട് തന്നെ ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഹിമാലയൻ ആപ്പിൾ ജ്യൂസും കുടിച്ച് വീട്ടിലോട്ട് പോയി. ടാറ്റ ബൈ, യു ലവ് യു ഓൾ.